കന്നഡ സിനിമയുടെ ട്രെയിലർ റിയാക്ഷനായിട്ടാണ് അജ്ഞാതവാസി. ആദ്യമായിട്ട് നമ്മുടെ ചാനലിൻ്റെ മെയിലിലേക്ക് ഒരു പ്രൊഡക്ഷൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടു നോക്കൂ, ഇത് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലി ഇത് അവർക്ക് വേണ്ടിയാണ്. അതെ, ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഹേമന്ത് റാവു, നമ്മുടെ സപ്തസാഗര ദാച്ചേലോ സിനിമയുടെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഉണ്ട്. ഇത് കൂടാതെ വേറെ 1-2 പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സിനിമയുടെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. എന്താണ്, നമ്മൾ കണ്ടില്ല, നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താ പരിപാടിയൊന്ന്. പടത്തിൻ്റെ പേര് അജ്ഞാതവാസി. ಇದು ಏಪ್ರಿಲ್ 11. ನಾನು ಹಾಗಾಗಿ ಇಮೇಲ್ ಕಳಿಸ್ತೀನಿ. ಅದು ಪ್ರಿಂಟೌಟ್ನ ತೊಗೊಂಡೋಗಿ ಕೊಡು. ಅವ್ರ ರಿಪ್ಲೈನ ನನಗೆ ಮೇಲ್ ಮಾಡು. ಈ ಏರ್ ಮೇಲೆ ಲೆಟರ್ ಕಳಿಸೋದು ಇಟ್ ಈಸ್ ಸೋ ಬೋರಿಂಗ್. ನಿಮಗೆ ಅರುಣ ಇಮೇಲ್ ಕಳಿಸಿದಾರ? ಇದು ನನ್ನ ಪರಿಚಯ ಇವರೇ ಕಂಡು ಯಾಕೆ ಬೇರೆ ಯಾರು ಮದುವೆ ಆಗಿಲ್ಲ? ಎಷ್ಟು ಚೆನ್ನಾಗಿದ್ದೀರಾ. ನೀನು ಚಿಕ್ಕವನು, ನಿನಗೆ ಗೊತ್ತಾಗಲ್ಲ ರೋಹಿತ್. ಚಿಕ್ಕವನೇನಲ್ಲ ನಾನು, ನನಗೆಲ್ಲ ಅರ್ಥ ಆಗುತ್ತೆ. ಮಧ್ಯಾಹ್ನ ಎಲ್ಲರೂ ಬಂದು ಊಟ ಮಾಡಿ. ಮಾವನ್ ಅಡುಗೆ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಚಿಕನ್ ಅಂದ್ರೆ ಯಾರಿಗೆ ಇಷ್ಟ ಇರಲ್ಲ? ಶಾಂತ ಇದೆ, ಮಡಿ ಕೆಲವು ಸಂಬಂಧಗಳು ಜಾಸ್ತಿ ದೂರ ಹೋಗಲ್ಲ ರೋಹಿತ್. ಇದು ನನಗೆ ಮಾಡ್ಬೇಡ. അറിയാം, പറഞ്ഞു. ಮಧ್ಯಾಹ್ನ ಎಲ್ಲರೂ ಬಂದು ಊಟ ಮಾಡಿ. ಮಾವನ್ ಅಡುಗೆ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಯಾರಿಗೆ ಇಷ್ಟ ಇರಲ್ಲ? ಈ ಚಿಕ್ಕನಾದಾರಿಗೆ ನರ್ಸನ ಕಾರಣ ದೇವ್ರು ಸುಮ್ಮನೆ ಬಿಡಲ್ಲ, ತಪ್ಪಿಗೆ ಶಿಕ್ಷೆ ಕೊಟ್ಟೇ ಕೊಡ್ತಾನೆ. ಮಕ್ಕಳು ಮುಂಗೋತ್ತರಿದ್ರ ಊರಿಗೆ ಬಂದ್ಬಿಡ್ತಾರ. ದೇವರ ಪೂಜೆ ಕೂಡ ಒಂದು ಗಿಡದಿಂದ ಎಲ್ಲ ಹೂವು ತೆಗಿಬಾರ್ದು. ಸತ್ಯ ಗೊತ್ತಾಗೋದಕ್ಕೆ 3 ದಾರಿ. ಒಂದು ಪ್ರಮಾಣ, ಅಂದರೆ ಯಾರಾದ್ರೂ ನೋಡಿರ್ಬೇಕು. 2ನೇ ದಾರಿ ಅನುಮಾನ, ಅಂದರೆ ಸಾಕ್ಷಿ ಸಿಗಬೇಕು. ಸತ್ಯ ಗೊತ್ತಾಗೋದಕ್ಕೆ 3ನೇ ಮತ್ತು ಕೊನೆ ದಾರಿ ಭಯ, ಸಾವಿನ ಭಯ. ജനാർദ്ദൻ കൊള്ളാല്ലേ? ഒരു ആദ്യം ഒരു ഫീൽ ഗുഡ് രീതിയിൽ ഇങ്ങനെ കാണിച്ചു പോയിട്ട് പിന്നെ അങ്ങോട്ട് വിഷ്വലി നല്ല രസമുണ്ട്. നല്ല ട്രെയിലർ കട്ട്സും കൊള്ളാം. പിന്നെ വിഷ്വലി കുറച്ച് ഈ ഇമേജ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു നല്ല മൂഡുണ്ട്. പിന്നെ ഈ ട്രെയിലർ തന്നെ 2-3 ഷോർട്സ് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവർ ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ഹൂഡൺ ലൈനിൽ ഓഫ് പടമാണെന്ന് തോന്നുന്നു കേട്ടോ. ലെയറിലാണ് കാണിക്കുന്നത്. തുടക്കം ഒരു ലൈറ്റ് ഇത് പോയിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ ഡാർക്കിലേക്ക്. അതെ, അത് ആ ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ മറ്റേ പുള്ളി മരിക്കുകയാണല്ലോ, അയാളെ മരിച്ച അയാൾ ആരാ കൊന്നെന്നുള്ളത് ആ സാധനം തന്നെ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ മറ്റേ റോഷമോൻ എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. അല്ല, ഇതിൻ്റെ ഒരു ഐഡിയ എടുത്ത് കാണിച്ചത് ചിക്കൻ ആണോ? ചിക്കൻ കറി ആണ്, പക്ഷേ പെങ്കൊച്ച് ചിക്കൻ കറി വെക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. ചിക്കൻ കറി കഴിക്കുന്നത് മരിച്ചു വന്ന പുള്ളിയാണ്. ഇതൊക്കെ ഇങ്ങനെ പറയല്ലേ അത് കൊള്ളാം. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ മലയാളം പടത്തിന്റെ ചെറിയ പടങ്ങളൊക്കെ ഇപ്പൊ നമ്മളെ കാന്താരിയൊക്കെ എടുത്തു നോക്കിയാൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറച്ച് അല്ലേ അങ്ങനത്തെ സംഭവങ്ങളാണ് മൊത്തത്തിൽ. പക്ഷെ കന്നഡയിൽ വരുന്ന ഈ ചെറിയ സാധനങ്ങളൊക്കെ നല്ല രസമായിരിക്കും. അതെ, ഒന്നാമത്തെ കാര്യം ഇത് അവരുടെ നാട് വിട്ട് പുറത്തേക്ക് പോകും. ഇപ്പൊ നമ്മുടെ ഇവിടെ വരുന്ന കൊച്ചു പടങ്ങളില്ലേ, ഈ മെയിൻ ആക്ടേഴ്സ് ഒന്നും വരാത്തത്, അതൊന്നും കേരളത്തിന് വെളിയിലേക്ക് പോകുന്നത് ഈ OTT-ൽ വന്ന് എന്താ അത്രയും ഈ അപ്രിസിയേഷൻ കിട്ടിയതിന് ശേഷമാണ് പോകുന്നത്. അപ്പൊ മേ ബി അതുപോലെ ഈ സിനിമയും ഒരു വൈഡ് റിലീസ് ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കുറവായിരിക്കും. OTT-ൽ വന്നിട്ട് ആൾക്കാർ കണ്ടിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ഭയങ്കരമായിട്ട് റീച്ച് ആവും. ഡയറക്റ്റ് തിയേറ്റർ വൈസ് ഇത് ഇത്രയും റൺ കിട്ടാൻ കുറച്ച് പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ഇത് നല്ല അജ്ഞാതവാസി, ആ പേരും ഇതും തമ്മിൽ എന്താണ് അതെ പേരും ഇതും തമ്മിൽ എന്താണ് പരിപാടി എന്നൊരു ഇത് പിടുത്തമില്ല. ആക്ച്വലി ഹേമന്ത് റാവുവിൻ്റെ ഇതിനു മുമ്പ് പുള്ളി 1-2 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കൗലുദാരി എന്ന് പറഞ്ഞൊരു പടം ആ പടം കുറച്ച് ഹിറ്റായിരുന്നു. ഈ പറഞ്ഞ OTT-ലൊക്കെ കൂടെ ഭയങ്കരമായിട്ട് ഇതായ പടമാണ്.
ഒരു ട്രാഫിക് പോലീസിൻ്റെ അല്ലേ? അതല്ല, ട്രാഫിക് പോലീസിന്റെ പുള്ളി ഒരു ഇതും ഡെഡ് ബോഡി കിട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട് അത് നല്ല ഡെഡ് ബോഡിയിലെ സ്കെൽട്ടൻ കിട്ടുന്നത്. അത് കഴിഞ്ഞ് തന്നെ ഭയങ്കര ഒരു തരംഗം സപ്തസാഗർ സകലാശയിലോ സൈഡ് എ സൈഡ് ബി. സൈഡ് അതിലൂടെ കേരളത്തിൽ സാമാന്യം നല്ല അത് ആ പടത്തിന്റെ ഇപ്പൊ ഡബിങ് ആണ് തന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്തേക്കുന്നത്. ഇതാണ് ഡബ് വേർഷൻ തന്നെ കണ്ടാലും നല്ല അത്യാവശ്യം നീറ്റാണ്. സോ പുള്ളിയുടെ പ്രൊഡക്ഷനിൽ വന്നതാണ്. അപ്പം ഏപ്രിൽ 14 റിലീസ്. അതെ ഒരു എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഈ സിനിമയ്ക്ക് വേണ്ടി. പിന്നെ ഈ പുള്ളി ആ ഒരു മെയിൻ ഒരു സപ്പോർട്ടിങ് റോൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ രംഗായൻ രഘു എന്ന് പറഞ്ഞാൽ. കോമഡിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയാണ് ഇപ്പോൾ ലീഡ് എന്ന് ഉദ്ദേശിച്ചാൽ പുള്ളിയായിരിക്കും ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന പോലെ. ഈ രണ്ടുപേരും മെയിൻ സസ്പെക്റ്റ് ആയിരിക്കും ഈ പെങ്കൊച്ചു പയ്യൻ. അപ്പോൾ ഇത് കൊള്ളാം. ഇത് മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. മലയാള സിനിമ പോലത്തെ ഒരു ചായ ഉണ്ടാകും. നമുക്കത് കാണണമെങ്കിൽ ഇതിന്റെ പ്രിന്റ് വരണം. നമുക്ക് കാണണമെങ്കിൽ ഇവിടെ റിലീസിനൊക്കെ ഇവിടെ കാണത്തില്ല. ഉണ്ടേ തന്നെ കൊച്ചിയിലൊരു ഷോ ആണുമായിരിക്കും, അത്ര ഉണ്ടാകുന്നു. സോ അപ്പോൾ അജ്ഞാതവാസി സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ കാണാൻ എന്താണ് മാർഗം എന്ന് നോക്കിയിട്ട് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും.